CPM-നകത്ത് 50 വർഷക്കാലം പാർട്ടി മെമ്പറായി അതിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമെന്ന നിലയിൽ വരെ ഉയർന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത അപജയങ്ങൾ കണ്ടപ്പോൾ അത് ചോദ്യം ചെയ്യുകയും അത് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹരിക്കാനുള്ള ശ്രമം നടത്തുകയുമാണ് ഞാൻ ചെയ്തത്. പക്ഷെ നേതൃത്വം തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും അത് ചൂണ്ടിക്കാണിച്ചവരെ ക്രൂശിക്കാൻ ശ്രമിക്കുകയും ചെയ്ത സന്ദർഭത്തിലാണ് നീണ്ട 5 വർഷക്കാലം പാർട്ടിക്കകത്ത് നടത്തിയ പോരാട്ടത്തിന് ശേഷം പൊതുജനങ്ങൾക്കിടയിലേക്ക് ആ പോരാട്ടം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി സന്നദ്ധമായത്. ഞാൻ ഇന്നേവരെ ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിച്ചിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പിലും മത്സരിക്കാനൊട്ട് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും LDF-ൻ്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ മത്സരിച്ചയാളല്ലായിരുന്നുവെങ്കിൽ ഞാൻ മത്സരരംഗത്ത് വരുമായിരുന്നില്ല. എൻ്റെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് മത്സരരംഗത്തേക്ക് വരേണ്ടി വന്നത്. കളങ്കിതനായ വ്യക്തിയെ തന്നെ മത്സരിപ്പിക്കാൻ CPM നേതൃത്വം തീരുമാനിച്ചപ്പോൾ ആ പോരാട്ടം സമൂഹത്തിൽ തുടരേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞാൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത്. ഐക്യജനാധിപത്യ മുന്നണി നിരുപാധികം എന്നെ പിന്തുണക്കുന്നതിന് വേണ്ടി സന്നദ്ധമായിട്ടുണ്ട്. ആ നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ വോട്ടും CPM-നകത്ത് നിന്ന് ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ ശരിയാണ് എന്ന് ബോധ്യമുള്ള വലിയ വിഭാഗം ജനങ്ങളുടെ വോട്ടും കൂടിച്ചേർന്ന വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പയ്യന്നൂരിലുണ്ടായത്. ഞാൻ ജയിക്കുമെന്ന പ്രതീക്ഷയിലല്ല സ്ഥാനാർത്ഥിയായത്, ജയിക്കാനുമായിരുന്നില്ല. എൻ്റെ പ്രതിഷേധം പ്രകടിപ്പിക്കുക മാത്രമാണ്, എൻ്റെ പോരാട്ടം തുടരുക മാത്രമാണ്. പക്ഷെ മത്സരരംഗത്തേക്ക് കടന്ന് ജനങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ വളരെ അനുകൂലമായ ഒരവസ്ഥയാണ് ജനങ്ങളിൽ കാണാൻ സാധിച്ചത്. പോളിംഗ് കഴിഞ്ഞപ്പോൾ നിരവധി ആളുകൾ, ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വോട്ട് ചെയ്തത് സംബന്ധിച്ച് നേരിട്ടും മറ്റ് പലരിലൂടെയും പറഞ്ഞറിഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിജയപ്രതീക്ഷ ഉണ്ടായതാണ്. പക്ഷേ ആ നിലയിൽ അത് പ്രകടിപ്പിച്ചിരുന്നില്ല. കാരണം ഈ അടിയൊഴുക്ക് ഒരാൾക്കും മുൻകൂട്ടി അളക്കാൻ സാധിക്കുന്നതല്ല. അടിയൊഴുക്കുണ്ടാകുമെന്ന് എനിക്ക് തുടക്കത്തിൽ തന്നെ ബോധ്യമുണ്ട്, CPM നേതൃത്വത്തിനും ബോധ്യമുണ്ട്. പക്ഷേ അത് എത്രത്തോളം എന്നതിനെ സംബന്ധിച്ച് അവർക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല, എനിക്കും കണക്കാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ആ അടിയൊഴുക്ക് അതിശക്തമായിരുന്നു എന്നതാണ് തെരഞ്ഞെടുപ്പ് ഫലം നമ്മളെ ബോധ്യപ്പെടുത്തിയത്. ആ നിലയിൽ CPM-നകത്ത് നിന്ന് എനിക്ക് ലഭിച്ച വലിയ നിലയിലുള്ള വോട്ടും പയ്യന്നൂർ മണ്ഡലത്തിൽ ഐക്യജനാധിപത്യ മുന്നണിക്കുള്ള വോട്ട് അത് പൂർണ്ണമായ അർത്ഥത്തിൽ തന്നെ പോൾ ചെയ്യിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പ്രവർത്തകന്മാർ ശ്രമിച്ചിട്ടുണ്ട്. ഈ 2 വോട്ടും കൂടിച്ചേർന്നതിൻ്റെ ഫലമായിട്ടാണ് പയ്യന്നൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അട്ടിമറിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു വിജയം പയ്യന്നൂരിൽ ഉണ്ടാക്കാൻ സാധിച്ചത്. അതിന് പയ്യന്നൂരിലെ വോട്ടർമാരോട് മുഴുവൻ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സന്ദർഭവും അതിനുവേണ്ടി ഉപയോഗിക്കുകയാണ്. ഐക്യജനാധിപത്യ മുന്നണിയുടെ പിന്തുണയോടുകൂടിയാണ് ഞാൻ മത്സരിച്ചത് എന്നതുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ ജില്ലാ കേന്ദ്രവുമായി ബന്ധപ്പെടുക എന്നത് അവരുടെ ആഗ്രഹമാണ്, എൻ്റെ ഒരു ചുമതല കൂടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓഫീസിൽ വരാനും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായി സംസാരിക്കാനും സന്നദ്ധമായിട്ടുള്ളത്. എനിക്കെതിരെ CPM കേന്ദ്രങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷേപമുണ്ട്.
ഞാൻ കോൺഗ്രസ്സായി എന്നാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ മാധ്യമങ്ങളോടെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എൻ്റെ സ്വതന്ത്രമായ നിലപാട് അതിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു രീതിയിൽ എന്ത് പ്രചരണം നടത്തിയാലും അതെന്നെ അറിയുന്ന ജനങ്ങൾക്ക് മുമ്പിൽ അതേശില്ല എന്ന ബോധ്യം എനിക്കുണ്ടായിരുന്നു. ആ ബോധ്യം ശരിയാണ് എന്ന് കൂടി ഈ തെരഞ്ഞെടുപ്പ് വിജയം അത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. കാരണം അങ്ങനെ അവർക്ക് ബോധ്യമില്ലെങ്കിൽ അവരെനിക്ക് വോട്ട് ചെയ്യുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർക്കും ആ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഒരു സ്വതന്ത്രൻ എന്ന രീതിയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ UDFൻ്റെ പിന്തുണ കൂടി ലഭിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയമുണ്ടായത് എന്നതുകൊണ്ട് UDFൻ്റെ നിലപാടിനനുസരിച്ചുള്ള ഒരു സമീപനവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്ന് ഇതിൻ്റെ ഭാഗമായി ഞാൻ സൂചിപ്പിക്കുകയാണ്. മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ടു, തെറ്റ് തിരുത്തി മുന്നോട്ട് പോകും, എല്ലാ കമ്മിറ്റികളും ഉടൻ വിളിച്ചു ചേർക്കും എന്നൊക്കെയാണ് പറയുന്നത്. വിശ്വാസമുണ്ടോ അതിൽ? എത്രത്തോളം തിരുത്തും എന്നൊക്കെ ഇപ്പോൾ പറയാൻ സാധിക്കില്ല. അനുഭവമാണ് ഏറ്റവും വലിയ ഗുരുനാഥൻ. 3 തവണ പാർട്ടി കേന്ദ്ര കമ്മിറ്റി തെറ്റുതിരുത്തൽ രേഖ അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ രേഖയിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കടലാസിൽ കിടക്കുകയാണ് അതെല്ലാം. അത് പ്രാവർത്തികമാക്കാൻ ഇന്ന് വരെ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റ് ചെയ്യുന്നവർ തന്നെയാണ് തെറ്റ് തിരുത്താനുള്ള വിശദീകരണം താഴെ കമ്മിറ്റികളിൽ പോയി നൽകുന്നത്. എത്രത്തോളം തെറ്റ് തിരുത്തപ്പെടും എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. ആ നിലയിലാണ് ആത്മാർത്ഥമായി തെറ്റ് തിരുത്താൻ കേരളത്തിലെ CPM നേതൃത്വം സന്നദ്ധമായാൽ അതവർക്കും കേരളത്തിനും ഗുണകരം എന്നതാണ് ആ കാര്യത്തിൽ പറയാനുള്ളത്. കാരണം അത് തിരുത്തുന്നില്ലെങ്കിൽ ബംഗാൾ ആവർത്തിക്കും കേരളത്തിലും. കേരളത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ഇടതുപക്ഷത്തെ എതിർക്കുന്ന ആളുകൾ പോലും CPM കേരളത്തിൽ തകരണം എന്നാഗ്രഹിക്കുന്നവരല്ല. കാരണം ഇടതുപക്ഷം തകർന്നാൽ ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത് തീവ്ര വലതുപക്ഷമാണ്. തീവ്ര വലതുപക്ഷം നാടിനാപത്താണ്. അപ്പം അതുകൊണ്ട് ഇടതുപക്ഷം തകരാൻ പാടില്ല എന്ന് ഇടതുപക്ഷ വിരോധികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് CPMനെ നിലനിർത്താൻ CPM നേതൃത്വത്തിന് മാത്രമേ സാധിക്കൂ. അവർ തെറ്റ് തിരുത്തിയാൽ അതവർക്കും കേരളത്തിനും ഗുണകരമാകും എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. എൻ്റെ പുസ്തകത്തിലെ ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. വിശദമായി ഞാൻ പ്രതിപാദിക്കാൻ തയ്യാറായിട്ടില്ല. അതിൻ്റെ എല്ലാം സൂചനകൾ എൻ്റെ പുസ്തകത്തിലുണ്ട്.